ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു അടിപൊളി ചമ്മന്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം അളവിലാണ് നിലക്കടല എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 7ഓളം ചെറിയുള്ളി ഞാൻ ഒന്ന് പൊളിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു 4 വെളുത്തുള്ളി, ഒരു 3 വറ്റൽമുളക്, ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. തേങ്ങ കൂടുതലൊന്നും എടുത്തിട്ടില്ല. വറ്റൽമുളക് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടാനുസരണം കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികളായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിലക്കടല ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ചിലർ എണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്ന് വറുത്തെടുക്കുന്നവരുണ്ട്, അല്ലാതെ വറുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ കേട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നല്ലോണം എന്താ ഇടയ്ക്കിടയ്ക്കൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനത് കുറേ നേരമായി ഇവിടെ വറുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ നിലക്കടല അതവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് ഇനി മാറ്റാം, ഒന്ന് തണുക്കട്ടെ കേട്ടോ. അപ്പോൾ അത് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേ പാനിലോട്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ, കൂടുതൽ ചേർത്തിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ വറ്റൽമുളക് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് താല്പര്യം ഉണ്ടെങ്കിൽ 4 5 ഒക്കെ ആവാം കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഇവിടെ പാകട്ട കുട്ടികളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെറും 3 ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊരുവിധം ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഞാൻ 1 2 മുറിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതും അതേപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളി കേട്ടോ, ചെറിയ വെളുത്തുള്ളി കേട്ടോ, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുക. കുറേ നേരം ഒന്നിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെയൊരു ചമ്മന്തി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ പൊരിക്കടലേക്ക് ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഒരുവിധം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തേങ്ങയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഞാൻ അളന്ന് കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, അത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു മൂടിയുടെയൊക്കെ എന്ന് പറയുന്നത് ചെറിയൊരു മൂടിയുടെ അരമൂടി അത്ര തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രയും അതിന് 3 ടേബിൾ സ്പൂൺ പറയുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ഇട്ടിട്ടുണ്ട്. അത് കുറേ നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് നമുക്ക് വഴറ്റി കൊടുത്താൽ മാത്രം മതിയിട്ട്. കുറേ നേരം വേണ്ട എന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടുന്നവരെ, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ഇത്ര മാത്രം മതി. ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി ഇതും തണുക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നിലക്കടലേക്ക് ഒരുവിധം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുവിധം അതിൻ്റെ തൊണ്ടൊന്ന് കളയേണ്ടത്, നല്ലവണ്ണം കളയാനുള്ള ഒരുവിധം കളയുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് തന്നെ ആക്കുമ്പോൾ തന്നെ തൊലിയൊക്കെ കംപ്ലീറ്റ് പോകും കേട്ടോ. തൊണ്ടോട് കൂടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ. അതല്ല തൊണ്ടില്ലാത്തത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാൻ എന്താണെങ്കിൽ ഒരുപാട് അതിൻ്റെ ഇതൊന്നും കളയുന്നില്ല എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു വിധം ഇങ്ങനെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഒരുവിധം ഞാനിങ്ങനെ ആക്കിയെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് ചെറിയൊരു മിക്സിയുടെ ജാറിലോട്ട് നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിയും അതൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ സമയത്തിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. നമുക്കിത് ഉണ്ടെങ്കിൽ വേറെ അഡീഷണൽ ചട്നിയുടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയൊക്കെ ചേർക്കാവുന്നതിലോട്ട്. ഞാൻ എന്താണെങ്കിൽ ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു അളവിലാണ് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് വരാൻ. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലോട്ട് നമുക്ക് കടുക് തളിച്ച് കൊട്ടാം. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മുടെ എണ്ണ ഇത് നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ അതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് തന്നെ ഞാൻ ഒരു 2 വറ്റൽമുളകും അതേപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ വേണ്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ അരപ്പിന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ അരപ്പിലോട്ടാണ് നമ്മുടെ ഈ ഒരു കടുക് തളിച്ചത് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലോട്ട് ഇനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്.
ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നിലക്കടല വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണത്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ചമ്മന്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ചമ്മന്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എങ്കിലിപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.